നരുവാമൂട്ടിൽ ഗുരുമന്ദിരങ്ങൾക്ക് നേരെ തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾ മോഷണത്തിന് വേണ്ടിയാണെന്ന് പോലീസ്. മോഷണങ്ങൾ നടത്തിയ പ്രതി പള്ളിച്ചൽ സ്വദേശി അനിൽകുമാറിനെ ഷാഡോ പോലീസ് പിടികൂടി. ഗുരുമന്ദിരങ്ങൾ തകർത്തത് മൺവെട്ടി ഉപയോഗിച്ചാണെന്ന് പ്രതി സമ്മതിച്ചു. ഇന്നലെ പുലർച്ചെയും ശനിയാഴ്ചയുമായാണ് ബാലരാമപുരത്തിന് സമീപം മുക്കമ്പാലമൂട്ടിലെയും നടുക്കാട്ടിലെയും ഗുരുമന്ദിരങ്ങൾ കാണിക്കാവഞ്ചികൾ മോഷ്ടിച്ചത്. മോഷണക്കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വൻ ജനാവലി പ്രതിയെ കൊണ്ടുവരുന്നതിനു മുമ്പ് തന്നെ മുക്കമ്പാലമൂടിൽ തടിച്ചുകൂടിയിരുന്നു. മോഷണത്തിനു വേണ്ടിയാണ് ഗുരുമന്ദിരങ്ങൾ തകർത്തതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. മുക്കമ്പാലമൂടിൽ നിന്നും 1500 രൂപ എടുത്തതായും തെളിവെടുപ്പിനിടെ പോലീസിനോട് പ്രതി പറഞ്ഞു. മോഷണശേഷം ഉപേക്ഷിച്ച മൺവെട്ടിയും കാണിക്കവഞ്ചിയും 1 കിലോമീറ്റർ മാറി കനാലിൽ നിന്ന് പോലീസ് കണ്ടെത്തി. പ്രതിക്കെതിരെ നരുവാമൂടിൽ ഒരു മോഷണക്കേസുകൂടിയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ജനരോക്ഷം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിയെ എത്തിച്ചത്. അതേസമയം ആദ്യ മോഷണത്തിന് ശേഷം പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ 2 ഗുരുമന്ദിരങ്ങൾ തകർക്കുന്നത് ഒഴിവാക്കാമായിരുന്നെന്ന് SNDP നേതാക്കൾ പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.